ഹലോ, ഇന്ന് നമുക്ക് മാങ്ങാണ്ടിയും കരളും കൂടെ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? മാങ്ങാണ്ടിന്ന് ഞാൻ പറയുന്ന കേട്ടോണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മുടെ മാങ്ങയുടെ മാങ്ങാണ്ടി അല്ല, മറിച്ച് ഇത് കോഴിയുടെ മാങ്ങാണ്ടി കേട്ടോ. കോഴിയുടെ തീറ്റപ്പെട്ടി എന്നൊക്കെ പറയാം, ഇംഗ്ലീഷിൽ ഗിസാഡെന്നും പറയാം. അപ്പൊ അതും കരളും കൂടെ ഒക്കെ ഇട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാം. ഇത് കിട്ടിയ സമയത്ത് അന്നേരം എടുക്കാൻ പറ്റാഞ്ഞോണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാങ്ങാണ്ടി പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്കിന്നുണ്ടല്ലോ, ഇത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് നല്ല ഈസി ആയിട്ട് അത് പീൽ ചെയ്യാൻ പറ്റി. അന്നേരം ഇതിന്റെ ക്ലീനിങ് ഇത്ര എളുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ മാങ്ങാണ്ടിയും കരളും കൂമ്പെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഹാർട്ട്, അതിന് ഞങ്ങൾ കൂമ്പെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മാങ്ങാണ്ടിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം. മുഴുവനായിട്ടാൽ കടിക്കാൻ പാടാണെന്നേ, അതുകൊണ്ട് പീസാക്കി മാറ്റാം. പിന്നെ കരൾ ഇത്രയും ചെറിയ പീസൊന്നും ആക്കണ്ട, അത് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടോ, നിങ്ങളുടെ ഇഷ്ടം. കരൾ പിന്നെ ഒത്തിരി ചെറിയ പീസാക്കാൻ നോക്കിയാലേ പൊടിഞ്ഞു പോവുകയും ചെയ്യും, അത് വേറൊരു കാര്യം. ചിലർക്കൊന്നും ഇത് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ എപ്പോഴും കഴിച്ചാൽ നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷെ വല്ലപ്പോഴും ഇത് കഴിക്കാൻ ഒരു രസമാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. അന്നേരം നമ്മൾ ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസസിലോട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടി ആവശ്യത്തിന് അങ്ങ് തട്ടിക്കോ, കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിലോട്ട് വാരി വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ സ്റ്റൗവിൻ്റെ തീ തീരെ അങ്ങ് കുറയ്ക്കേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. അങ്ങനെ കുക്കർ കൂകി വിളിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിന് വേണ്ടുന്ന സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി സവാളയൊക്കെ. അപ്പോൾ ആദ്യം സവാള അരിഞ്ഞ് വെച്ച്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, 2 കുഞ്ഞി തക്കാളി, പിന്നെ 3-4 പച്ചമുളക്, അത്രയും മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്, ഒരു 2 വിസിൽ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കർ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ചീനിച്ചട്ടി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളി വേവാൻ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിരുന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കരളും കൂമ്പും മാങ്ങാണ്ടിയും എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ കുരുമുളകിൻ്റെ മണമാണ് മുന്നേ നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒരു 2-2.5 ടീസ്പൂണൊക്കെ ചേർത്തോ. മുളക് പൊടി ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി നിങ്ങൾ മറ്റേതിന് എരിവുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ലാസ്റ്റ് മാത്രം വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം കൂടെ എരിവായിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലേ. നമ്മൾ ഓൾറെഡി നല്ലതുപോലെ കുരുമുളക് മറ്റേത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മസാലയ്ക്കകത്തിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചില്ലേ അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ആ വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതീയിലിരുന്ന് ഇതെല്ലാം ഒന്ന് പെരണ്ട് വരണം. പിന്നെ പെരളണമെന്നും പറഞ്ഞ് ഒത്തിരി പ്രാവശ്യം തവിയിട്ട് ഇളക്കാനൊന്നും പോയേക്കരുത്, കാരണം എന്താണെന്ന് അറിഞ്ഞോ, അപ്പോൾ ഈ കരളെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. മാങ്ങാണ്ടിക്ക് കുഴപ്പമൊന്നും വരത്തില്ല, പക്ഷേ ഈ കരളെല്ലാം പൊടിഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് ഇളക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും മാത്രം ഇളക്കുക. ഇതുവരെ ഇതെല്ലാം എളുപ്പമായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഇതിനി ചെറുതീയിലിരുന്ന് പറ്റി വരട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പും കുരുമുളകും ഗരം മസാലയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് നോക്കിയേക്കണം. നമുക്ക് കഴിക്കാൻ ഇഷ്ടം ഏത് രീതിയാണെന്ന് വെച്ചാൽ ആ സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഞാൻ കുഴ പരുവായപ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുത്ത് ഫ്രൈ പോലെ ആക്കാം കേട്ടോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ ഇതാ ബെസ്റ്റ്. ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കും. എന്നാ മണമാണെന്നറിയോ, അതേപോലെ തന്നെ രുചിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റാ.